When Elijah prayed, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ heavens opened സ്വർഗ്ഗം തുറന്നു. and the fire of God came down. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. So on the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ it was not a new fire. അതൊരു പുതിയ അഗ്നി ആയിരുന്നില്ല. It was a repeat of the same heavenly fire. Pentecost is going to repeat again. പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെടുവാൻ പോകുന്നു. The same supernatural is going to become natural again. അതേ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ സാധാരണ കാര്യമായി മാറാൻ പോകുന്നു. He is not going to be with them. ഇനി മുതൽ യേശു അവരോട് കൂടെയല്ല, He is going to be in them. ഇനി മുതൽ അവരുടെ അകത്താണ് അവൻ. This Pentecost, ഈ പെന്തക്കോസ്ത് is a season of birthing. അത് ജനനങ്ങളുടെ സീസണാണ്. New dimensions, പുതിയ മാനങ്ങളിൽ, new beginnings. പുതിയ ആരംഭങ്ങൾ. Take your Bibles quickly. നിങ്ങളുടെ വേദപുസ്തകം എന്നോടൊപ്പം. We are in a dispensation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു യുഗത്തിലാണ് ഞാൻ. I want to share what the Holy Spirit has given to me. പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഭരമേൽപ്പിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. Turn with me to Habakkuk chapter 3 verse 2. ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. Habakkuk chapter 3 verse 2. ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. He says, I've heard of your fame. പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി കേട്ടു. I stand in awe of your deeds. എന്നിട്ട് നിന്റെ പ്രവൃത്തികളുടെ മുമ്പിൽ ഞാൻ ആശ്ചര്യസ്തംഭനായിരുന്നു. How many of you are going to be excited by what God is going to do? ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കണ്ട് ആശ്ചര്യപ്പെടാൻ തയ്യാറായിരിക്കുന്നവർ എത്ര പേരുണ്ട്? Look at your neighbor and say ആശ്ചര്യം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ ആശ്ചര്യമായത്. Hallelujah. Hallelujah. Thank you Lord. The Lord is in this place. കർത്താവ് ഈ സ്ഥലത്ത് വാസ്തവമായി. Habakkuk says, ഹബക്കുക്ക് പറയുകയാണ്, I've heard. ഞാൻ കേട്ടു. I was amazed. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. I heard about how you split the sea. നീ സമുദ്രത്തോട് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കേട്ടു. I've heard about how you shook Egypt. നീ എങ്ങനെയാണ് മിസ്രയീമിനോട് ഇടപെട്ടതെന്ന് ഞാൻ കേട്ടു. I've heard about Joshua stopping the sun and the moon. യോശുവ സൂര്യനെയും ചന്ദ്രനെയും നിർത്തുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടു. I stand in awe of your deeds. അങ്ങയുടെ പ്രവൃത്തികളുടെ മുമ്പിൽ ഞാൻ ആശ്ചര്യസ്തംഭനായി നിന്നു. But now, എന്നാൽ ഇപ്പോൾ repeat them. അതിനെ ആവർത്തിക്കണമേ. മറുപടിയും ചെയ്വീരാ. നീ വീണ്ടും അതിനെ ചെയ്യണമേ. Come on, somebody shout amen. ആമേൻ എന്ന് പറഞ്ഞാട്ടെ. Somebody say hallelujah. ആമേൻ എന്നതിനെ പറഞ്ഞേ. Somebody say amen. അതിനെ ആമേൻ പറയാൻ പറയുന്നു. Look at your neighbor and say വീണ്ടും ചെയ്യാൻ പോകുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിട്ട് പറഞ്ഞാട്ടെ, കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുകയാണ്. Come on, tell them. പറഞ്ഞേ വീണ്ടും. Habakkuk says, ഹബക്കുക്ക് പറയുകയാണ്, repeat them in our day. കർത്താവേ അതിനെ വീണ്ടും ചെയ്യണമേ. Hallelujah. Hallelujah. Now I want you to understand. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. In the Old Testament, പഴയ നിയമത്തിൽ when Elijah prayed, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ heavens opened സ്വർഗ്ഗം തുറന്നു. and the fire of God came down. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. So on the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ it was not a new fire. അതൊരു പുതിയ അഗ്നി ആയിരുന്നില്ല. It was a repeat of the same heavenly fire. അത് ആ സ്വർഗീയ അഗ്നിയുടെ ആവർത്തനമായിരുന്നു. Hallelujah. Somebody said hallelujah. ചിലർ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. Somebody touch your neighbor and say he is going to do it again. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിട്ട് പറഞ്ഞ് കർത്താവ് അത് ആവർത്തിക്കാൻ പോകുകയാണ്. Somebody said hallelujah. 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 Look at your neighbor and say again he is going to do it. ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പറഞ്ഞ് കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുകയാണ്. Again. വീണ്ടും. In the Bible, ദൈവത്തിന്റെ the വചനത്തിൽ Lord is a miracle working God. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. And he says, പറയുന്നു, I will do it again. ഞാനത് വീണ്ടും ചെയ്യും. The day of Pentecost is going to repeat again. പെന്തക്കോസ്ത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു. Pentecost is going to repeat again. പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെടുവാൻ പോകുന്നു. The same supernatural is going to become natural again. അതേ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ സാധാരണ കാര്യമായി മാറാൻ പോകുന്നു. I said,
That supernatural is going to become natural again. അസാധാരണങ്ങൾ സാധാരണങ്ങളായി വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നു. Look at your hands. നിങ്ങളുടെ കരങ്ങളെ നോക്കി. Look at your hands. നിങ്ങളുടെ കരങ്ങളെ നോക്കുക. In these hands, ഈ കരങ്ങളിൽ the same power, അതേ ശക്തി, the same fire, അതേ അഗ്നി, the same healing anointing, അതേ സൗഖ്യത്തിന്റെ the same അഭിഷേകം, deliverance anointing. അതേ വിടുതലിന്റെ അഭിഷേകം. God is going to repeat it again. കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. How many of you are ready? എത്ര പേര് അതിനെ തയ്യാറെടുക്കുന്നു? High five somebody and tell them, ചിലർക്ക് ഹൈ ഫൈ കൊടുത്ത് പറയുക, He's going to do it again. കർത്താവ് അത് വീണ്ടും ചെയ്യാൻ He's going to പോകുകയാണ്. raise me up again. അവൻ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. I have glorified you. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. I will glorify you again. ഞാൻ നിന്നെ വീണ്ടും മഹത്വപ്പെടുത്തും. How many of you want to say amen? എത്ര പേര് അതിന് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു? Somebody said hallelujah. ചിലർ അതിന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. He's going to do it again. കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുന്നു. What is Pentecost? എന്താണ് പെന്തക്കോസ്ത്? Acts chapter 2. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. Jesus is not there with them. അവരോടൊപ്പം യേശു ഇപ്പോൾ ഇല്ല. 40 days they saw him. 40 ദിവസങ്ങൾ അവർ അവനെ കണ്ടു. Now 10 days. എന്നാൽ ഇപ്പോൾ 10 ദിവസമായി No sign of Jesus. യേശുവിനെ കുറിച്ച് ഒരു അടയാളം പോലുമില്ല. But he had said in Acts chapter 1, എന്നാൽ 1-ാം അധ്യായത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവർ I പറഞ്ഞു, will visit you again. ഞാൻ നിങ്ങളെ വീണ്ടും കാണും. I will strengthen you again. ഞാൻ നിങ്ങളെ വീണ്ടും ബലപ്പെടുത്തും. He is going to do it again. കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുന്നു. He is going to give you the same power that was on Paul. പൗലോസിന്റെ മേലിരുന്ന അതേ ശക്തി അവൻ നിനക്ക് തരാൻ He പോകുന്നു. is going to give you the same anointing that was on Peter. പത്രോസിന്റെ മേൽ വ്യാപരിച്ച അതേ അഭിഷേകത്തെ കർത്താവ് നിന്റെ മേൽ പകരാൻ പോകുന്നു. I believe this afternoon somebody here is going to be anointed so much that even your shadow will heal. ഇന്ന് പകൽ ചിലത് നിന്റെ അകത്ത് നിന്റെ നിഴൽ തട്ടിയാൽ പോലും സൗഖ്യമാകുന്ന തരത്തിൽ അഭിഷേകത്തെ പ്രാപിക്കാൻ പോകുകയാണ്. Yes, if that is you, അത് നീയാണെങ്കിൽ I want you to walk and see your shadow. നീ നടന്നു വന്ന നിന്റെ നിഴലിനെ നീ കാണുക. Come on, look at your shadow. നിന്റെ നിഴലിനെ നോക്കുക. Wherever your shadow is, നിന്റെ നിഴല് where your പതിക്കുന്നിടത്തൊക്കെ, shadow goes, നിന്റെ നിഴലുകൾ the ചെല്ലുന്നിടത്തൊക്കെ anointing on you, നിന്റെ മേലുള്ള അഭിഷേകം, fire on you നിന്റെ മേലുള്ള അഗ്നി is going to be contagious. അത് പകർക്കും. It is going to spread like fire. അത് അഗ്നി പോലെ കത്തിപ്പടരും. It is going to happen. അത് സംഭവിക്കാൻ It പോകുന്നു. is going to happen. അത് സംഭവിക്കാൻ പോകുന്നു. He is going to make it happen. അത് കർത്താവ് തന്നെ നിവർത്തിക്കാൻ പോകുന്നു. And that is why God says, I'm opening the heavens. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗ്ഗം തുറക്കാൻ പോകുകയാണ്. இன்றைக்கு கர்த்தர் வானங்களை கிழித்து இறங்க போகிறார். ഇന്ന് കർത്താവ് ആകാശ കീറി ഇറങ്ങാൻ പോകുകയാണ്. யாராவது ஒரு அல்லேலூயா. ആരെങ്കിലും ഹല്ലേലൂയ പറഞ്ഞ് പ്രതികരിച്ചാണ്. Somebody said amen. ആമേൻ പറഞ്ഞു പ്രതികരിക്കുക. உட்காருங்க. ഇരുന്നാൽ അല്പസമയം കൊണ്ട് ഇരുന്നാൽ. Isaiah 64. യെശയ്യാവിന്റെ പ്രവചനം 64-ാമത്തെ. Isaiah knew something about open heavens. തുറന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് യെശയ്യാവിന് ചില കാര്യങ്ങൾ അറിയാം. And so he prays. അതുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു. Isaiah 64 verse 2. യെശയ്യാവ് 64-2. தேவரீர் வானங்களை கிழித்து இறங்கி உருக்கும் அக்கினி எரியுமா போலவும் அக்கினி தண்ணீரை பொங்க பண்ணுமா போலவும் பர்வதங்கள் உமக்கு முன்பாக உருகும்படி செய்யும். நாங்கள் எதிர்பார்த்திராத பயங்கரமான காரியங்களை நீர் செய்தபோது நீர் இறங்கினீர். உமது சந்நிதியில் பர்வதங்கள் உருகி போயின. I told you I saw some bronze gates and iron locks. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, താമ്ര കതകുകളെയും ഇരുമ്പ് പൂട്ടുകളെയും ഞാൻ കണ്ടു എന്ന്. வெண்கல கதவுகளையும் இரும்பு தாழ்பாள்களையும் முறிக்கிறவர், താമ്ര കതകളെയും ഇരുമ്പ് ഓടാമ്പലുകളെയും തകർക്കുന്നവൻ அவருடைய அக்கினியினாலே உத்தரவளிக்க போகிறார். തന്റെ അഗ്നിയാൽ അവൻ നിനക്ക് ഉത്തരവരുവാൻ அவர் പോകുന്നു. மறுபடியும் செய்ய போகிறார். അവൻ അത് വീണ്ടും ചെയ്യാൻ പോകുന്നു. எல்லாருடைய வாழ்க்கையில இருக்க தடைகளை கர்த்தர் உடைக்க போறார். നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ കർത്താവ് തകർത്ത് മാറ്റാൻ പോകുന്നു. இனி நீ உடைக்க போவதில்லை, ഇനി നീ അല്ലാതെ തകർക്കുന്നത്, கர்த்தருடைய அக்கினி உடைக்க போகிறது. ദൈവത്തിന്റെ അഗ്നി തന്നെ അത് തകർക്കും. கர்த்தருடைய அக்கினி எல்லைகளை விரிவாக்க போகிறது. കർത്താവിന്റെ അഗ്നി നിന്റെ അതിരുകളെ വിശാലമാക്കാൻ I'm പോകുന്നു. telling you, it's a season of growing out. ഞാൻ പറയുന്നു, നീ പുറപ്പെട്ടു പോകുന്ന സീസണാണിത്.
It's time to expand. ഇത് നീ വിശാലമാകുന്നതിന്റെ നാഴികയാണ്. Somebody shout hallelujah. ശബ്ദമുയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയുക. He will do it again. അവനത് വീണ്ടും ചെയ്യും. വീണ്ടും. He's going to do it again. കർത്താവ് അത് വീണ്ടും ചെയ്യാൻ പോകുകയാണ്. Lord, remember. കർത്താവേ ഓർക്കണമേ. Remember the word. ഓർക്കിന്റെ വചനത്തെ ഓർക്കണമേ. In First Chronicles chapter 16. ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം. ഒന്ന് നാளாகമം 16-ാം അധികാരം. ഒന്ന് ദിനവൃത്താന്തം 14-ാം അധ്യായം. From 11 words onwards. അതിന്റെ 11 മുതൽ. Look to the Lord and his strength. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ. Seek his face continually. അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. Remember the wonders. അവൻ നിന്റെ അത്ഭുതങ്ങളെ ഓർക്കണമേ. How many of you want to say amen? എത്ര പേര് അതിന് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു? Remember his marvelous works. കർത്താവേ നിന്റെ അതിശയകരമായ പ്രവൃത്തികളെ ഓർക്കണമേ. His wonders. നിന്റെ അത്ഭുതങ്ങൾ. And the judgments of his mouth. നിന്റെ വായിലെ ന്യായവിധികൾ. How many of you want to say amen? എത്ര പേര് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു? How many of you remember the God of Israel? ഇസ്രായേലിലെ ദൈവത്താൽ ഓർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you remember Jesus? യേശുവിനെ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? How many of you want to say hallelujah? എത്ര പേര് അതിന് ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കുന്നു? Listen very carefully. ശ്രദ്ധിച്ചു കേൾക്കുക. The disciples were in the upper room. ശിഷ്യന്മാർ മാളിക മുറിയിലായിരുന്നു. But in the upper room, എന്നാൽ മാളിക മുറിയിൽ something happened. ചിലത് സംഭവിച്ചു. They are missing the power of Jesus for 10 days. 10 ദിവസമായി യേശുവിന്റെ ശക്തി അവർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. No manifestation of the glory. മഹത്വത്തിന്റെ വെളിപ്പാടുകളില്ല. So far Jesus was with them. ഇതുവരെയും യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. But now എന്നാൽ ഇപ്പോൾ he is not going to be with them. ഇനി മുതൽ യേശു അവരോട് കൂടെയല്ല. He is going to be in them. ഇനി മുതൽ അവരുടെ അകത്താണ് അവൻ. How many of you want to say amen? എത്ര പേര് അതിന് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു? How many of you want the Holy Spirit inside of you? എത്ര പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു? Somebody shout hallelujah. അത് വിശ്വസിക്കുന്നവർ ഉറക്കെ ആമേൻ ഹല്ലേലൂയ എന്ന് പറയാണ്. So far they saw the miracles with them Jesus. ഇതുവരെയും അവർ അത്ഭുതങ്ങൾ കണ്ടത് യേശു കൂടെ ഉള്ളപ്പോഴായിരുന്നു. But now they are going to see Jesus do miracles through them. എന്നാൽ ഇന്നു മുതൽ അവർ കാണാൻ പോകുന്നത് അവരിലൂടെ അത്ഭുതം ചെയ്യുന്ന യേശുവിനെയാണ്. Hello church. സഭയെ கர்த்தர் இன்றைக்கு உன்னை பார்த்து சொல்லுகிறார். കർത്താവ് ഇന്ന് നിന്നെ നോക്കി പറയുന്നു. இனி அற்புதங்களை இந்த தேசத்தில் உன் மூலமாய் நான் செய்ய போகிறேன். ഈ ദേശത്തെ കർത്താവ് അത്ഭുതങ്ങൾ നിന്നിലൂടെ ചെയ്യാൻ പോകുകയാണ്. யாராவது ஒரு ஆமென் சொல்லுங்க. ആമേൻ എന്ന് പറയുന്നവർ എഴുന്നേൽക്കട്ടെ. பெற்றுக்கொள்ள விரும்புறவங்க மட்டும் கையை உயர்த்தி எழும்பி நின்று குதித்து சொல்லுங்க yes. പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി തുള്ളിച്ചാടി ആമേൻ എന്ന് പറയുക. ஆமென் പറയുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ മൂലമായി செய்வார். എന്നിലൂടെ അവൻ ചെയ്യും. എൻ മൂലമായി செய்வார். എന്നിലൂടെ അവൻ ചെയ്യും. എൻ കരങ്ങൾ മൂലമായി செய்வார். എന്റെ കരങ്ങളിലൂടെ ചെയ്യും. എൻ വായിൽ മൂലமா. എന്റെ വായിലൂടെ ചെയ്യും. நான் நடக்கிற இடத்துல ഞാൻ നടക്കുന്ന പാതകളിൽ ഒരു വിടുതலை ഉണ്ടാകും. ഒരു വിടുതൽ ഉണ്ടാകും. இந்த விரல் ഈ വിരലുകൾ മന്ത്രവാദികളെ തുരത്ത പോകുகிறது. മന്ത്രവാദികളെ വിരട്ടി ഓടിക്കും. മന്ത്രവാദികൾക്ക് സവാലായി കർത്താവ് വെക്കാൻ പോறார். കർത്താവ് നിന്നെ മന്ത്രവാദികൾക്ക് വെല്ലുവിളിയായി നിർത്താൻ പോകുകയാണ്. മറുപടിയും ഒരു പെന്തക്കോസ്തേ കൊണ്ടുവരുகிறார். അവർ വീണ്ടും ഒരു പെന്തക്കോസ്തിനെ കൊണ്ടുവരാൻ പോകുന്നു. Somebody clap your hands and give glory. കരമടിച്ച് ദൈവത്തിന്റെ മഹത്വം. Marvelous works are going to happen. അതിശയകരമായ ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. Marvelous works are going to happen. അതിശയകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ How many of you പോകുന്നു. want to say amen? എത്ര പേര് അതിന് ആമേൻ പറയും? How many of you say that today എത്ര പേര് പറയും ഇന്ന് you are going to see something which you have never seen in your life? ഇന്നു വരെ ജീവിതത്തിൽ കാണാത്ത ചില കാര്യങ്ങൾ ഇന്ന് കാണാൻ പോകുന്നു എന്ന് എത്ര പേര് പറയും? பெரியவர் அற்புதங்கள் செய்பவர் உம்மை போல யாரும் இல்லை. Come on. உம்மை போல யாரும் இல்லை. பெரியவர் அற்புதங்கள் செய்பவர் உம்மை போல யாரும் இல்லை. உம்மை போல யாரும் இல்லை. மலையாளத்துல பாடாம். நீ வலியவர்
അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള. Take your right hand and keep it on your head. വലതുകരം ഉയർത്തി നിങ്ങളുടെ തലകൾ വയ്ക്കുക. The Lord is filling some people. കർത്താവ് ചില ആളുകളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. The Lord is telling me, കർത്താവിനോട് പറയുന്നു, I am raising an army ഞാൻ ഒരു സൈന്യത്തെ that എഴുന്നേൽപ്പിക്കുകയാണ്. is going to repeat the same miracles from Acts of the Apostles. അപ്പോസ്തല പ്രവർത്തികളിൽ ഉണ്ടായ അതേ അത്ഭുതങ്ങളെ ആവർത്തിക്കുന്ന ഒരു തലമുറ In this season of Pentecost, ഈ പെന്തക്കോസ്തിന്റെ സീസണിൽ the Lord says, കർത്താവ് പറയുന്നു, I am breaking everything that restricted you. നിന്നെ തടഞ്ഞു വെച്ചതിനെ ഒതുക്കി വെച്ചത് സകലത്തെയും ഞാൻ തകർത്ത് മാറ്റാൻ പോകുകയാണ്. How many of you want to say amen? എത്ര പേര് അതിന് ആമേൻ പറയും? You are going to come out. നീ പുറത്തു വരാൻ പോകുകയാണ്. You are going to come out of the shell. നീ നിന്റെ ആ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. I want to show you about a bird called Malio. മാലിയോ എന്ന് പറയുന്ന ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Those who are watching on the internet, ഇന്റർനെറ്റിലൂടെ ഞങ്ങളെ കാണുന്നവർ, something new is going to be birthed out of your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുകയാണ്. You already have a vision. നിങ്ങൾക്ക് ഒരു ദർശനം നേരത്തെ തന്നെ കയ്യിലുണ്ട്. That vision is going to be birthed in this Pentecost. ഈ പെന്തക്കോസ്തിൽ ആ ദർശനം ജനിക്കാൻ പോകുകയാണ്. Pentecost പെന്തക്കോസ്ത് is not only speaking in tongues. അത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് മാത്രമല്ല, From the tongues, നാവിൽ നിന്ന് it has to go to the people who speak in different tongues. മറ്റു പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളിലേക്ക് നിന്റെ നാവിൽ നിന്ന് ചിലത് പുറപ്പെട്ടു പോകും. It's not about just you. അത് നീ മാത്രമല്ല ഇവിടെ. It's not about you getting filled. നീ മാത്രം നിറയുന്ന ഒരു കഥയല്ല ഇത്. The fire comes on you. അഗ്നി നിന്റെ മേൽ വരും. Whatever you have as a seed, നിന്റെ അകത്ത് വിത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നതെല്ലാം, whatever God has prophesied, ദൈവം നിന്നോട് പ്രവചിച്ചതെല്ലാം, it is going to be birthed. അത് നിന്നിലൂടെ ജനിക്കാൻ പോകുകയാണ്. അത് ഇപ്പോഴും പ്രസവിക്കാൻ പോകുന്നത്. നീ അതിന് ജന്മം കൊടുക്കാൻ പോകുകയാണ്. ജന്മം കൊടുക്കാൻ പോകുന്നത്. നീ അതിന് ജന്മം കൊടുക്കാൻ You are പോകുകയാണ്. going to give birth to something supernatural. നീ അസാധാരണമായ ചിലതിനെ നീ ജന്മം കൊടുക്കാൻ പോകുകയാണ്. And that is why God wants to give you that fire today. അതുകൊണ്ടാണ് ഇന്ന് പകൽ അഗ്നി അതിന്റെ മേൽ പകരുന്നത്. Are you ready? നീ അതിന് തയ്യാറാണോ? When this Malio bird ഈ മാലിയോ പക്ഷി wants to lay an egg, അത് മുട്ടയിടാൻ ആഗ്രഹിക്കുമ്പോൾ, the egg of that Malio bird is 5 times bigger than an ordinary chicken. ഒരു കോഴിമുട്ടയെക്കാളും 5 മടങ്ങ് വലിപ്പത്തിലുള്ള മുട്ടയാണ് ഈ മാലിയോ പക്ഷിയുടെ മുട്ട. It can't sit on that egg and make it hatch. ഈ മുട്ടയുടെ പുറത്ത് ഇരുന്ന് അതിനെ വിരിയിക്കാൻ അതിന് സാധ്യമല്ല. So what it does, അതുകൊണ്ട് അതെന്ത് ചെയ്യും? it goes near the volcano mountain. അത് ഈ അഗ്നിപർവ്വതങ്ങളുടെ ഈ സ്ഥലത്തേക്ക്, ആ ഇടത്തേക്ക് അത് പോകും. Near the volcano mountain, ആ അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് the volcanic fire flows. ആ ലാവ ഒഴുകി വരുന്ന, ആ നദി ഒഴുകി വരുന്ന സ്ഥലത്ത് ഒരു അഗ്നി നദി വരുന്നില്ലേ? ആ അഗ്നി നദി ഒഴുകി വരില്ലേ? That river of fire, ആ അഗ്നി നദിയിൽ, after it passes over the sand, അത് മണലിന്റെ പുറത്തുകൂടെ ഒഴുകി കഴിയുമ്പോൾ the sand is hot. ഈ മണൽ ചൂടുള്ളതായിരിക്കും.
You know what the bird does? നിങ്ങൾക്കറിയാമോ ഈ പക്ഷി എന്ത് ചെയ്യുമെന്ന്? It will open the sand. ആ മണ്ണ് കുഴിക്കും. 1 meter. 1 മീറ്റർ ആഴത്തിൽ അത് കുഴിക്കും. And then put the egg inside. എന്നിട്ട് ഈ മുട്ട അതിന്റെ അകത്ത് നിക്ഷേപിക്കും. Put the sand back. എന്നിട്ട് വീണ്ടും ആ മണ്ണ് അതിന്റെ മുകളിൽ അത് കൂട്ടി Hot വെക്കും. sand. ആ ചൂടേറിയ മണൽ, Hot sand. ആ ചൂടേറിയ മണ്ണിനെ വീണ്ടും അതിന്റെ മുകളിലേക്ക് ഇടും. Then it goes away. എന്നിട്ട് അത് പോകും. It will not sit on the egg. അതിന്റെ മുകളിൽ ഇത് ഇരിക്കുകയില്ല. It will just bury it. അത് അവിടെ കുഴിച്ചിട്ടതിന് ശേഷം It will go away. അത് പോകും. But you know what happens? നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിക്കുമെന്ന്? Stand up, please. ദയവായിട്ട് എഴുന്നേറ്റ് നിന്നാണ്. Thank you, Jesus. This is what is going to happen. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. I want you to watch the video. ആ വീഡിയോ ഒന്ന് കാണുക. At the end of the video, ആ വീഡിയോയുടെ അവസാനം the revelation is going to hit you. ഈ വെളിപ്പാട് നിന്നെ സ്പർശിക്കാൻ പോകുകയാണ്. And something inside you that has been waiting for a long time. കാലാകാലങ്ങളായി കാത്തിരുന്ന എന്തോ ഒന്ന് നിന്റെ അകത്തുള്ളത് God is going to make it to come to birth today. അതിനെ ഇന്ന് പകൽ അതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. Today. ഇന്ന് This Pentecost ഈ പെന്തിക്കോസ്ത് is a season of birthing. അത് ജനനങ്ങളുടെ സീസണാണ്. New dimensions. പുതിയ മാനങ്ങളിൽ New beginnings. പുതിയ ആരംഭങ്ങൾ. Are you ready? ഇതിന് തയ്യാറാണോ? Watch this video. ഈ വീഡിയോ ഒന്ന് കാണുക. This is the maleo bird. ഈ മാലിയോ പക്ഷി You see how it starts opening that hot sand. നോക്കിയ ചൂടേറിയ ആ മണൽ തരികളെ അതിനെ എടുക്കുന്നത് നോക്കിക്കേ. Lays the egg എന്നിട്ട് ആ മുട്ട അവിടെ ഇടുകയാണ്. and then closes it. എന്നിട്ട് ആ മണ്ണ് വീണ്ടും അതിന്റെ മുകളിൽ അത് തട്ടി. Hot sand. ആ ചൂടേറിയ മണ്ണ് It closes it. അത് ഇതാ ഇപ്പോൾ അത് മണ്ണ് അതിന്റെ മുകളിൽ ഇടുകയാണ്. Where is the egg? എവിടെയാണ് ആ മുട്ട? എവിടെ? There is no sound. അതിനെ കുറിച്ച് യാതൊരു There is അടയാളമില്ല. no movement. അതിന് ചലനങ്ങളില്ല. There is no shaking. അതിന് ചലനങ്ങളില്ല, അനങ്ങുന്നില്ല. But you know what happened? നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിക്കും? Inside the sand, ആ മണലിന്റെ അകത്ത്, inside that buried sand, ആ മൂടപ്പെട്ട മണ്ണിന്റെ അകത്ത് அந்த முட்டை உடைகிறது. ആ മുട്ട പൊട്ടുകയാണ്. அந்த உள்ள இருந்த பறவை അതിന്റെ അകത്തുള്ള പക്ഷി மேல இருக்கிற மண்ணை தள்ளி, അതിന്റെ മണ്ണ് മുകളിലുള്ള മണ്ണിനെ തട്ടി മാറ്റി. மண்ணை தள்ளி ആ മണലിനെ തട്ടി നീക്കി 2-3 days 3 ദിവസങ്ങളെടുത്ത് it will fight with the sand. ആ മണലിനോട് അത് It പോരാടും. will fight with the sand. ആ മണലിനോട് അത് It പോരാടും. will push it. അതിനെ തള്ളി നീക്കും. It will come out അത് പുറത്തു വരും. and it will start flying. എന്നിട്ട് അത് പറക്കുവാൻ തുടങ്ങും. You don't need the help of people. നിനക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ട. மனிதர்களுடைய எந்த உதவியும் இல்லாமல் கர்த்தரே உனக்குள் இருக்கிற அந்த கிருபையை, அந்த அபிஷேகத்தை இந்த ஆண்டு മനുഷ്യന്റെ സഹായത്താലല്ല, ദൈവം തന്നെ നിന്റെ അകത്തുള്ള കൃപകളെ, ദൈവിക വാഗ്ദത്തങ്ങളെ ഈ വർഷം അവൻ പുറത്തെടുക്കും. உனக்கு சொல்லப்பட்ட வாக்குத்தத்தம் നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ அது இன்றைக்கு நிறைவேற போகிறது. അത് ഇന്ന് നിറവേറുവാൻ പോകുന്നു. இப்பொழுது உன் மேல ஒரு அக்கினி வருகிறது. നിന്റെ മേലൊരു അഗ്നി ഇറങ്ങി വരുന്നു. இப்பொழுது உன் மேல ஒரு அக்கினி வருகிறது. നിന്റെ മേലൊരു അഗ്നി ഇറങ്ങി ஒரு വരുന്നു. fire. അഗ്നി. யாருக்கெல்லாம் அந்த அக்கினி வேண்டும்? ആർക്കൊക്കെയാണ് അഗ്നി വേണ്ടത്? யாருக்கெல்லாம் அந்த அக்கினி வேண்டும்? അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയുണ്ട്? ஒன்று செய்ய போகிறோம். നാം ഒന്ന് ചെയ്യാൻ പോകുന്നു. Look at your neighbor and say problems have stopped. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞാട്ടെ, പ്രശ്നങ്ങൾ അവസാനിച്ചു കേട്ടോ. It's over. അത് തീർന്നു. Come on, tell them prophetically it's over. പ്രാവചനികമായി പറഞ്ഞ് അത് അവസാനിച്ചു എന്ന് പറഞ്ഞു. So he wanted to find out, ഇവൻ ഇപ്പോൾ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. how is it time for my miracle? എന്റെ അത്ഭുതത്തിന്റെ സമയം വന്നു. So in Genesis chapter 8, ഉൽപ്പത്തി 8, actually in verse 7, സത്യത്തിൽ അത് 7-ലാണ്. he sends a raven. അവൻ ഒരു കാക്കയെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. காக்கா போது வருது, കാക്ക പോകും, തിരിച്ചു വരും. ஒன்னும் சொல்ல மாட்டேங்குது. അതൊന്നും പറയുന്നില്ല. காக்கா சில பேரை கர்த்தர் நம்பினாரு. ചിലരൊക്കെ കർത്താവ് കണ്ണുമടച്ച് വിശ്വസിച്ചു. அவங்க எல்லாம் காக்காவா இருந்தாங்க. അവര് കാക്കയെ പോലെ ആയിരുന്നു. பார்த்தா கா கா கா
നോക്കുമ്പോൾ കാ കാ എന്നൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ஆனா എന്നാൽ ஒரு செய்தியும் கொண்டு வரல. ഒരു വാർത്തയും അത് കൊണ്ടുവരികയില്ല. நல்லா புரிந்து கொள்ளுங்க. നല്ലതുപോലെ മനസ്സിലാക്കണം. இப்ப நோவா என்ன பண்ணார்? എന്നാൽ നോഹ ഇപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ? அவர் கையில ஒரு புறாவை எடுத்தார். അവൻ കയ്യിൽ ഒരു പ്രാവിനെ എടുത്തു. பக்கத்துல பார்த்து சொல்லுங்க, അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി പറയുക, உங்களை தான் கர்த்தர் எடுத்திருக்கிறார். കർത്താവ് നിന്നെയാണ് കരങ്ങളിൽ എടുത്തിരിക്കുന്നത്. Look at your neighbor and say, അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി പറഞ്ഞേ, நீ ஒரு காக்காய் அல்ல, നീ ഒരു കാക്കയല്ല, நீ ஒரு புறா. നീ ഒരു പ്രാവാണ്. ആമേൻ. புறாவுக்கு ஒரு சுபாவம் இருக்கிறது. പ്രാവിന് ഒരു സ്വഭാവമുണ്ട്. காகத்துக்கு ஒரு சுபாவம் இருக்கிறது. കാക്കയ്ക്കും ഒരു സ്വഭാവമുണ്ട്. காக்கா இருக்கிறத திருடி திருட்டு ஓடிடும். കാക്ക കയ്യിൽ കിട്ടുന്നതിനൊക്കെ എടുത്തങ്ങ് പറന്നു പോകും. ஆனா புறா, എന്നാൽ പ്രാവ് யார் தனக்கு கொடுத்தாங்களோ அதே கைக்கு திரும்பி வரும். അത് ആരാണോ കൊടുത്തത് ആ കയ്യിലേക്ക് അത് തിരിച്ചു വരും. நான் கர்த்தருடைய கையில இருக்க புறாவா இருக்க விரும்புகிறேன். ഞാൻ കർത്താവിന്റെ കരങ്ങളിലെ പ്രാവായിരിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. சோ இவர் புறாவை விடுறாரு. ഇപ്പോൾ ഇദ്ദേഹം ഈ പ്രാവിനെ പറത്തി വിടുന്നു. அந்த புறா போகிறது. ആ പ്രാവ് പോകുന്നു. எங்கும் போய் உட்கார இடம் இல்லாமல் അത് പോയി ഇരിക്കാൻ ഇട കണ്ടെത്തായികയാണ്. திரும்பி அவர் கை கிட்ட வருகிறது. അത് തിരിച്ച് അതേ കരങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. நோவா கையை நீட்டி அதை வாங்கிக் கொள்ளுகிறார். നോഹ കരം നീട്ടി അതിനെ തിരികെ. ஒரு அல்லேலூயா சொல்லுங்க. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. இரண்டாவது தடவை விட்டா 7 நாளுக்கு பிறகு 7 ദിവസത്തിന് ശേഷം அவர் இரண்டாம் தடவை விடுகிறார். രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു இப்போ அது വിടുകയാണ്. பறந்து போனது. ഇപ്പോൾ അത് പറന്നുപോയി ஒரு ஒலிவ மரத்தினுடைய ஒரு இலையை தன் வாயில் கவ்விக்கொண்டு திரும்பி வந்தது. അത് ഇപ്പോൾ ഒരു ഒലിവ തണ്ട് തന്റെ ചുണ്ടിലെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ஒரு ഒരു அல்லேலூயா. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. It means the next generation. അതിന്റെ അർത്ഥം അത് അടുത്ത തലമുറയെ കാണിക്കുന്നു. உன் பிள்ளைகள் உன் பந்தியை சுற்றிலும் ஒலிவமர கன்றுகளாய் இருப்பார்கள். നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകൾ പോലെ ഇരിക്കും. இன்னும் 7 நாள் கழிச்சு ഇനിയും 7 ദിവസത്തിന് ശേഷം திருப்பியும் புறா விட்டார். വീണ്ടും ആ പ്രാവിനെ പുറത്തേക്ക് പറത്തി இப்போ அந்த വിട്ടു. புறா ഇപ്പോൾ ആ പ്രാവ് மகிமையா பறந்து മഹത്വത്തോടെ തേജസ്സോടെ പറന്ന് உலகம் முழுவதற்கும் கர்த்தருடைய கிருபையை அறிவிக்க புறப்பட்டது. ലോകം മുഴുവനും ദൈവത്തിന്റെ കൃപയെ പ്രഘോഷിക്കുവാൻ പറന്നുപോയി. Do you believe the same Pentecost is going to happen again? Yes. Amen. അതേ പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെടുന്നു എന്ന് എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നു? Amen. The same fire, അതേ അഗ്നി, அதே அக்கினி, അതേ അഗ്നി, அதே வல்லமை, അതേ ശക്തി, அதே அபிஷேகம், അതേ അഭിഷേകം, அதே வரங்கள் അതേ കൃപാവരങ്ങൾ உங்களை நிரப்ப போகிறது. കഥ അത് നിങ്ങളെ നിറയ്ക്കുവാൻ പോകുകയാണ്. கண்களை மூடிக்கொள்ளுங்க. നല്ലതുപോലെ കണ്ണുകൾ അടയ്ക്കുക. Next 5 minutes. അടുത്ത 5 മിനിറ്റ് I don't want you to look at your neighbor. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. சிறு பிள்ளைகளை கர்த்தர் அபிஷேகம் பண்ண போகிறார். ചെറിയ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ അഭിഷേകം വരാൻ പോകും. There's going to be a breakthrough in your life today. എന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാണ്. Amen. ആമേൻ. சத்தமாய் do amen. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാൽ I prophesy ഞാൻ പ്രവചിക്കുന്നു, breakthroughs in your life. നിന്റെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. How many of you want to say amen? എത്ര പേര് അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക? Those who are watching on the internet, ഞങ്ങളെ ഓൺലൈനിലൂടെ കാണുന്നവർ, I want you to type it down. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് I ചെയ്യുക. will receive my breakthrough now. ഇപ്പോൾ എന്റെ ബ്രേക്ക് ത്രൂ ഞാൻ സ്വീകരിക്കുന്നു. I will get my breakthrough now. ഞാൻ ഇപ്പോൾ എന്റെ ബ്രേക്ക് ത്രൂ സ്വീകരിക്കുന്നു. It's my season of deliverance. ഇത് എന്റെ വിടുതലിന്റെ It's my season സീസണാണ്. of healing. ഇതെന്റെ സൗഖ്യത്തിന്റെ സീസണാണ്. ഇത് എന്റെ അനുഗ്രഹ വർഷം. ഇതെന്റെ അനുഗ്രഹത്തിന്റെ സംവത്സരമാണ്. Somebody shout amen. ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി. ഇത് என்னுடைய ரட்சணிய நாள். ഇതെന്റെ രക്ഷാദിവസം. அன்பான நேயர்களே, இந்நிகழ்ச்சியில் கொடுக்கப்பட்ட வாக்குத்தத்தங்களும் தீர்க்க தரிசன வார்த்தைகளும் உங்களுக்கு ஆசீர்வாதமாய் இருந்திருக்கும் என்று நாங்கள் நம்புகிறோம். நீங்கள் பெற்ற ஆசீர்வாதங்களையும் ஜெப விண்ணப்பங்களையும் மற்றும் உங்கள் காணிக்கைகளையும் அனுப்ப வேண்டிய எங்கள் முகவரி: ரூவா ஊழியங்கள்,
எண் 82, ஜவஹர்லால் நேரு சாலை, சிம்ஸ் மருத்துவமனை எதிரில், வடபழனி, சென்னை 26. உங்கள் காணிக்கைகளை ஆன்லைன் மூலமாக எளிதாக செலுத்தலாம். எங்கள் இணையதள முகவரி www.ruhaministries.org.